ശ്രീ വി രാജേഷ്, എമ്പുരാൻ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് അതിന് ആ സമയത്ത് തന്നെ RSSന്റെ ഭാഗത്ത് നിന്ന് ഓർഗനൈസറിൽ വന്നൊരു ലേഖനം ക്രിസ്ത്യൻ സഭ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, സ്വത്ത്, ആസ്തികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് പിന്നീട് നിന്ന നിപ്പിൽ കാണാതെ പോവുകയും ചെയ്തു. അതായത് വഖഫ് കഴിയുന്നു, അടുത്ത ലക്ഷ്യം ക്രൈസ്തവ സഭയാണ് എന്ന ആരോപണം നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്ന വിമർശനവും നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണോ ഇനി വലിയ സ്നേഹം വേണ്ടതില്ല അല്ലെങ്കിൽ സ്നേഹയാത്ര വേണ്ടതില്ല എന്ന നിലയ്ക്ക് അതിനെ കാണുന്നത്? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. അത് നേരത്തെ കെവിൻ പീറ്റർ പറഞ്ഞില്ല, ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. മാധുവിന്റെ കുത്തിത്തിരിപ്പ് ചർച്ചയുണ്ടല്ലോ, കുത്തിത്തിരിപ്പ് നേച്ചറിന്റെ ഭാഗമായി. എനിക്ക് എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതെന്താ എന്താന്നറിയില്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെയാ. കുത്തിത്തിരിപ്പ് നേച്ചറിന്റെ ഭാഗമായി. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ ആരോപണം സ്റ്റേറ്റ്മെന്റ് എന്നല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ, മറുപടി പറയാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ BJP പ്രകാശം മാഷിന് ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നതിന് എന്തിനെങ്കിലും പിന്തുണയ്ക്കാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. അപ്പോൾ BJP ഏതു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും ഇടത് വലത് മുന്നണികളും അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ തന്നെ ചില ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. BJP മറുപടി പറയാൻ വേണ്ടി ബാധ്യസ്ഥമായിട്ടുള്ള BJP എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത് ഓർഗനൈസറിന്റെ ലേഖനത്തിന് മറുപടി പറയേണ്ട ബാധ്യത അങ്ങേക്കില്ല. ഞാൻ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഓർഗനൈസറിന്റെ കാര്യം, താങ്കൾ ഏത് കാര്യം ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞത് BJP സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ആ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അഡ്വക്കേറ്റ് വി രാജേഷ്, ഞാൻ ചോദിക്കുന്നു, ഓർഗനൈസറിലെ ലേഖനം പിൻവലിച്ചില്ലേ? അങ്ങ് പറയുന്നു പല മുഖപത്രങ്ങളും പല ലേഖനം വെക്കാറുണ്ട്, അതിന് BJPക്ക് മറുപടി പറയേണ്ടതില്ല. RSS മുഖപത്രത്തിന്റെ ലേഖനത്തിന് അങ്ങേക്ക് മറുപടി പറയേണ്ടതില്ല. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ഇപ്പൊ മാധു വ്യാഖ്യാനിച്ചായിരിക്കും ചെയ്യാൻ പറ്റില്ല. കാരണം താങ്കൾ എന്ത് പറയണം, അങ്ങ് എന്താണ് പറയണമെന്ന് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് BJPയുടെ പാനലിസ്റ്റുകൾ ചർച്ചയ്ക്ക് വരുന്നത് പൊതുസമൂഹത്തെ ഞങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്ന ചർച്ചകൾ, അതിൽ ഞങ്ങളുടെ ക്ലാരിഫിക്കേഷൻ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ച് മാധു, ഭൂമി, സൂര്യന് താഴെയുള്ള എന്തും ചോദിച്ചാൽ ഞാൻ പറയാം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇപ്പം ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖർ ലൂർദ് പള്ളിയിൽ പോയി സന്ദർശനം നടത്തി, അങ്ങടക്കമുള്ള BJP നേതാക്കളൊക്കെ പോകുന്നുണ്ട്. ഇതിന് സമാനമായി അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിന് പിന്തുണ ആഹ്വാനം നൽകിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം, പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിലെ ചർച്ചകളിൽ പോകുമായിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഒരു വർഷം ഒരു കാര്യം ചെയ്തത് എല്ലാ വർഷവും അതേ പാറ്റേണിലായിരിക്കില്ല. കഴിഞ്ഞ വർഷം ചെയ്തപ്പോ ഇലക്ഷന് മുമ്പത്തെ വർഷവും ഒക്കെ ആയിരുന്നു. ഇത്തവണ പ്രധാനമന്ത്രി ഒരു ചർച്ചിൽ പോയെന്ന് ഇലക്ഷൻ മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ചർച്ചിൽ പോവാം. അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, ഞങ്ങൾക്ക് വിരോധമില്ലതേ. പ്രധാനമന്ത്രി പോയ വർഷമൊക്കെ നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി ഒരു ചർച്ചിൽ പോയി, അവിടെ മെഴുകുതിരി കത്തിച്ചു, അവരുടെ സംഘത്തോടൊപ്പം കുറച്ച് പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ടു എന്ന് വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് ഡയറക്ഷൻ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റും? ഈ കൊല്ലം ഇലക്ഷൻ നടത്തരുത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനല്ലേ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, ആർക്കും സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പ്രധാനമന്ത്രി അങ്ങനെ പ്രധാനമന്ത്രി ഈ വർഷം ഒരു ക്ഷേത്രത്തിൽ പോയി. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ ജീവിതകാലം അത്രയും എല്ലാ വർഷവും അതേ ദിവസം അതേ മുഹൂർത്ത ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതായത് ഈ ഇലക്ഷന്റെ സമയത്തുള്ള ചില അദ്ദേഹം, അതായത് ഞാൻ എടുത്തു പറയേണ്ടതില്ലാന്ന് തോന്നുന്നു, ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം ചില ധ്യാനങ്ങൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ, പിന്നെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പള്ളികളിൽ നടത്തുന്ന സന്ദർശനം, അങ്ങ് നേരത്തെ പറഞ്ഞ കോയറിൽ പോയി നടത്തുന്ന ഭക്തി ഗാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തവണ ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും ഒരുപോലെ തന്നെ പ്രപഞ്ചം, എല്ലാ വർഷവും ഒരുപോലെ തന്നെ സമൂഹം ചലിക്കണം എന്ന് നമുക്ക് ആർക്കെങ്കിലും തന്നെ അങ്ങനെ തിട്ടൂരം അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, പ്രധാനമന്ത്രി ഓരോ വർഷവും ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത വർഷം ചെയ്താൽ പുതിയതായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സഭകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് BJPയുമായുള്ള ബന്ധത്തിൽ ഏതു നിലയെടുക്കണം എന്നതിൽ ഒരു ആശയ പ്രശ്നമുണ്ടോ? ഒരു വിശ്വാസ സമൂഹവും ഒരു രാഷ്ട്രീയ പാർട്ടിയും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ ഉള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ നമുക്കതിനെ സഖ്യകക്ഷി രാഷ്ട്രീയം എന്ന് വിളിക്കാം. ഒന്നൊരു മതവിഭാഗവും ഒന്നൊരു രാഷ്ട്രീയ പാർട്ടിയുമാണ്. അതിനൊന്നും ഇല്ലേ? BJP സ്നേഹയാത്ര നടത്തുന്നതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. ഒരു ജനാധിപത്യ പാർട്ടി എന്ന വിധത്തിൽ എല്ലാ പാർട്ടികളും
എല്ലാ സമൂഹങ്ങളോടും മതങ്ങളോടും തുല്യമായ സമീപനവും സ്നേഹത്തിൻ്റേത് യാത്രയുടെ ഒരു സമീപനവും സ്വീകരിക്കുന്നത് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ശ്രീ പ്രകാശ് മാസ്റ്റർ, അതായത് വോട്ട് ലക്ഷ്യമിട്ടല്ല സംസ്ഥാനത്ത് BJP ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കോ പുരോഹിതന്മാരിലേക്കോ യാത്രകളോ സന്ദർശനമോ നടത്തിയതും നടത്തുന്നതും നടത്താൻ പോകുന്നതും എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുള്ള RSSന്റെ ഒരു രാഷ്ട്രീയ മുഖം എന്നുള്ളതിലേക്ക് BJP ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് പൂച്ചയുടെ ചുമതല എലികളെ സംരക്ഷിക്കലാണ് എന്ന് പറയുന്ന വിലയോട് മാത്രമേ ഇന്ത്യക്കാർ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി BJP ആണ് എന്ന് കാസക്ക് ബോധ്യം വന്നാൽ മാത്രം ക്രിസ്ത്യാനികൾക്ക് ബോധ്യമാവില്ല. ഇവിടെ ഞാനതല്ല പറഞ്ഞത്, ക്രിസ്ത്യാനികൾക്ക് ഇതിനെ വേട്ട നടക്കുകയാണ്. രാജേഷിനോട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഇത്തവണ സ്നേഹമില്ലേ എന്നാണ്. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പൊ BJP വിചാരിക്കുന്നത് BJPക്ക് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പൂർണ്ണ സ്നേഹമാണെന്നാണ്. കാസ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികളോട് സ്നേഹമുള്ളത് BJPക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവർ തമ്മിൽ ആ കാര്യത്തിലൊരു ഐക്യപ്പെടലുണ്ട്. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. BJPയുടെ നിർദ്ദേശമനുസരിച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ BJP സ്വാധീനം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കാസ. അവർ എന്താണോ BJP ദേശീയ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത്, മുസ്ലിം വിരോധം ഉണ്ടാക്കുക, അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പേരാ കാസ. അത് ആർക്കറിയാതിരിക്കുന്നേ? മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അഭയം തേടിയ വൈദികരെ കയ്യേറ്റം ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന പോലീസുകാർ ഈ നാട്ടിൽ ഔദ്യോഗികമായ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തും എന്നാണ് കാസ വിചാരിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ പൊതുവികാരമുണ്ടല്ലോ, അത് തൽക്കാലം എടുത്ത് ചെലവാക്കൽ നിവൃത്തിയുള്ള കാര്യമല്ല. നീയാണല്ലോ കോടതി. ന്യൂനപക്ഷമോ ക്രൂരമായി വേട്ടയാടപ്പെടുന്നത് പോലീസ് സ്റ്റേഷന്റെ അകവശത്ത് തന്നെയാണ് എന്നുള്ള ഞാനും കൂടി പറയട്ടെ, അകവശത്ത് തന്നെയാണെന്ന് ലോകം മുഴുവൻ കണ്ട കാര്യത്തിൽ എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ശ്രീ VV രാജേഷ്, ഇപ്പൊ ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ തവണയും കഴിഞ്ഞ മുമ്പത്തെ തവണയും ഒക്കെ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ നിൽക്കുമ്പോഴായിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ ഇതും യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വർഷം എണ്ണിക്കൊണ്ടില്ല ഒരൊറ്റ വർഷം തെരഞ്ഞെടുപ്പിന്. ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി എന്ന നിലയ്ക്ക്, അതായത് ഓരോ വോട്ടും എണ്ണിപ്പറക്കുന്ന നോർമൽ BJPയുടെ സ്വഭാവം വെച്ചിട്ടാണ് എങ്കിൽ നിങ്ങൾക്കതിലേക്ക് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ള സമയമല്ലേ? അല്ല, നിങ്ങൾക്ക് എത്ര വിഷമം എന്താ? എനിക്കൊരു വിഷമവുമില്ല. ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന അങ്ങയുടെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ വികാര പ്രകടനമല്ല. അല്ലല്ലോ, അപ്പൊ അങ്ങനെ പറയേണ്ടി വന്നു. വികാര പ്രകടനമല്ല, ഞാൻ പറയാം. ഇപ്പൊ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ട് ഇതിനൊന്നും കണക്ട് ചെയ്യണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി നടത്തുന്നത്, ഏതൊരു പാർട്ടിയാലും നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആത്യന്തികമായ പാർട്ടി കുറെ വോട്ട് ലഭിക്കും. ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, തെരഞ്ഞെടുപ്പല്ലേ എന്നുള്ളത്. ഞങ്ങൾക്ക് ഇതിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വോട്ട് വരും. അതിന് ഞാൻ ചോദിച്ചു. ഞാൻ പറയട്ടെ, ഇപ്പം ഞങ്ങളുടെയൊക്കെ ശില്പശാലകളിലും പഠന ശിബിരങ്ങളിലും ഒക്കെ പറയാനുള്ള, എല്ലാ വർഷവും ആവർത്തിച്ച് പഠിപ്പിക്കാറുള്ള ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എപ്പോഴാണ് തുടങ്ങുന്നതെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പലരും പല ഉത്തരവും പറയാറുണ്ട്. അതിൽ ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ഞാൻ പോകുന്നു. ബൈ ബൈ.